എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മളിന്നിവിടെ കൂടി ചേർന്നിരിക്കുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമോ? ഇവരെ ആർക്കെങ്കിലും അറിയാമോ? അപ്പോൾ നമുക്ക് എല്ലാം പരിചയപ്പെടാം. ആദ്യമായി തന്നെ മനോഹരമായ ഈ മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ ഏന്തിയാർ എന്ന ഗ്രാമത്തിൽ മതസൗഹാർദ്ദങ്ങളെ പൂത്തുലഞ്ഞ നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ ഏതാനും കൂട്ടുകാർ ചേർന്ന് കഴിഞ്ഞ വർഷം ഇതുപോലൊരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും തന്നെ സുപരിചിതമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രളയത്തിനൊക്കെ ശേഷം നമ്മൾ ഭയങ്കരമായിട്ടും കുറച്ച് ദുരിതത്തിലും കഷ്ടപ്പാടിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ഒക്കെ ശേഷം ഇങ്ങനെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ഉല്ലാസങ്ങളും എല്ലാം ശരിയാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പല പല പരിപാടികളും പല പല സ്ഥലത്തായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം നിലാനിശ 2026 എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മുടെ കാതുകൾക്ക് ഇമ്പം പകരാൻ എത്തിയിരിക്കുന്നത് സീവീഡ് ദ ബാൻഡ് കൊച്ചിയിലെ കലാകാരന്മാരാണ്. പ്രളയത്തിന് ശേഷം തകർന്നു പോയ നമ്മുടെ നാടിനെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി വെച്ച ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമാണിത്. ഈ വർഷവും നമ്മുടെ നിലാനിശ മ്യൂസിക്കൽ പ്രോഗ്രാമിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്കും സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ നമുക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. ഏതാണ്ട് 10-15 വർഷം വാർഡ് മെമ്പറായിരുന്ന് അവസാനം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ആൻസി മെമ്പറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. മെമ്പറിന്റെ സാന്നിധ്യത്തിൽ മെമ്പറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ നമ്മുടെ വാർഡ് മെമ്പർ രാജീവ് മെമ്പറിനെയും മെമ്പറിന്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ബ്ലോക്ക് മെമ്പർ കിരൺ രാജനെ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ ബ്ലോക്ക് മെമ്പറും ഇപ്പോൾ നമ്മുടെ വാർഡ് മെമ്പറുമായ അനിചേച്ചിയോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അനിചേച്ചിയെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ SNDP പ്രസിഡന്റ് വിശ്വനാഥൻ സാറിനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അത് നമ്മൾ ജുമായത്ത് പ്രസിഡന്റ് ആയ നിലയ്ക്ക് ലത്തീഫ് അണ്ണനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതൊരു കാര്യത്തിലും നമ്മോടൊപ്പം എപ്പോഴുമുള്ള നമ്മുടെ സെന്റ് ജോസഫ് ചർച്ച് വികാരി സേവ്യർ മമ്മൂട്ടി അച്ഛനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛനെയും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സെന്റ് മേരീസ് ചർച്ച് പുതുതായിട്ട് ചുമതലയേൽക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ മാത്യു പീഡികൽ അച്ഛനെയും നമ്മുടെ അസിസ്റ്റന്റ് വികാരിയായ നമ്മുടെ പ്രൊഫസറെയും ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ബെന്നി ഞാവളിക്കുന്നിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാജ്യാന്തര മത്സരങ്ങളിൽ പങ്കെടുത്ത് ഈ ഏന്ത്യാർ നമ്മൾ കോട്ടയത്തിന്റെ ഏറ്റവും ഇങ്ങേയറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഏന്ത്യാർ. അപ്പൊ ഈ രാജ്യാന്തര പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ട് നമ്മുടെ ഏന്ത്യാറിനെ അങ്ങ് മണ്ടയിൽ അത്രയും നമുക്ക് ബഹുമതി എത്തിച്ച കുറച്ച് കൊച്ചു മിടുക്കന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അങ്ങനെ നമുക്കിടെ നാടിന്റെ യശസ് ഉയർത്തിയ സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യേണ്ട ആരെയാ? ഇവര് പാട്ട് പാടുമ്പോൾ കേൾക്കാൻ ഇവിടെ ആൾക്കാരില്ലെങ്കിൽ കൊള്ളാം ഇല്ല. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെയുമാണ് അത് കേട്ടിട്ട് മാത്രം. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടി ഇന്നിവിടെ നടത്തുമ്പോൾ ഈ പരിസരമാകെ വീക്ഷിക്കുന്ന വലിയ സന്തോഷമാണുള്ളത്. ഈ പരിപാടി കാണാൻ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറുണ്ട്, നമ്മുടെ 2 പള്ളികളുടെയും പുരോഹിതന്മാരുണ്ട്, വിശ്വനാഥ സാറുണ്ട്. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്നവരും ഭൂരിഭാഗവും സ്ത്രീകളാണെന്നുള്ളത് കുറച്ചുകൂടി ഈ പരിപാടിയെ ആവേശകരമാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്തരത്തിലുള്ള പരിപാടികൾ പ്രധാനമായിട്ടും ഒരു ബാൻഡ് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. ഒരു ബാൻഡിൻ്റെ സംഗീതം ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ഫ്രണ്ട്സ് എന്ന ഈ കൂട്ടായ്മ ഇവിടെ കൊണ്ടുവന്നപ്പോൾ മുതലായിരിക്കണം ഏന്ത്യാറിൻ്റെ മണ്ണ് ബാൻഡിൻ്റെ സംഗീതം എന്താണ്, അവരുടെ ഒരു വൈബ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ആ തരത്തിൽ പ്രളയം ബാധിച്ച കുട്ടിക്കലിൻ്റെ
എല്ലാവരെയും മാനസികോല്ലാസത്തിന് വേണ്ടി അവരെ ഉയർത്തുന്നതിനായി അവർ ആരംഭിച്ച ഒരു പരിപാടിയാണ്. കഴിഞ്ഞ വർഷം വളരെ വിജയകരമായി നടന്നൊരു പരിപാടിയാണ്. ഓരോ തവണ കഴിയുമ്പോൾ ഇപ്പോൾ 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ പരിപാടി കുറച്ചുകൂടി പങ്കാളിത്തം കൊണ്ടും കെട്ടിലും മട്ടിലുമെല്ലാം വലിയ ഭംഗി കൊണ്ടുവരുന്ന, പുരോഗതി കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ ഇൻ്റർനാഷണൽ നിലവാരത്തിലേക്ക് നമ്മുടെ നാടിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ച, അറിയിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഭിനന്ദിക്കുന്നതിനും ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ ഈ നാട്ടിൽ സംഘടിപ്പിക്കുന്നതിനുമായി എടുത്ത എഫേർട്ടിനെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. കൂട്ടങ്ങളെല്ലാവരും, ആൾക്കൂട്ടങ്ങളെല്ലാവരും, മനുഷ്യൻ ചേർന്നിരിക്കുന്ന എല്ലാ ഇടങ്ങളും ഏതാണ്ട് വെല്ലുവിളികൾ നേരിടുന്നൊരു കാലത്താണ് എൻആറിൻ്റെ മണ്ണിൽ യാതൊരു വിധമായ വൈജാത്യങ്ങളുമില്ലാതെ മനുഷ്യരെല്ലാവരും സന്തോഷിക്കാനായിട്ട് ഒത്തുകൂടിയിരിക്കുന്നത്. ആ സന്തോഷത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളെല്ലാവരും അറിയിക്കുക. ഈ പരിപാടി ഏറ്റവും ഗംഭീരമായി ഇവിടെ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവരും മറ്റെല്ലാം മറന്ന് ഈ പരിപാടിയെ പരമാവധി ആസ്വദിക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾ എല്ലാം മറന്ന് സന്തോഷിക്കുക. ജീവിതത്തിൽ ആസ്വദിക്കാൻ വേണ്ടി കൂടി ഉള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജീവിതം നമുക്കെപ്പോഴും നമുക്കറിയാം, എൻആറിൻ്റെ മണ്ണ് എന്ന് പറയുന്നതിൻ്റെ മുമ്പ് സൂചിപ്പിച്ച പോലെ മലനിരകളാൽ സമ്പന്നമാണെങ്കിൽ കൂടിയും കഷ്ടപ്പെടുന്ന തൊഴിലാളി വർഗത്തിൻ്റെ, അധ്വാനിക്കുന്ന മനുഷ്യരുടെ ഇടമാണ്. ആ അധ്വാനത്തിനെല്ലാം ഇടയിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്ന, അവർക്ക് ആനന്ദിക്കാൻ കഴിയുന്ന, അവർക്ക് ആർഭാടം ചെയ്യാൻ കഴിയുന്ന എല്ലാ സമയത്തെയും നിമിഷങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നല്ല ഓളമുള്ള ഒരു സമയമായിട്ട് ഇനി മുന്നോട്ട് എന്ന് ആശംസിക്കുകയാണ്. ഈ പരിപാടിക്ക് വേണ്ടി മുൻകൈയെടുത്ത എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ നിങ്ങളെല്ലാവരോടും എൻ്റെ സ്നേഹവും സന്തോഷവും മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കാരണം നിങ്ങളെല്ലാവരും പ്രസംഗത്തേക്കാൾ കൂടുതൽ ഈ പരിപാടി ആസ്വദിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നെനിക്കറിയാം. ഞാൻ ഒരിക്കൽ കൂടി എടുത്തു സൂചിപ്പിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പരിപാടികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്നത് ഒരു നാടിൻ്റെ പുരോഗതിയുടെ അടയാളമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കാര്യത്തിൽ ഇവിടുത്തെ പുരുഷന്മാർക്കും ചെറുപ്പക്കാർക്കും എല്ലാം വളരെയധികം അഭിമാനിക്കേണ്ട ഒരു വകയുണ്ട്. ഏറ്റവും സുരക്ഷിതമായി പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു നാടാണ് നമ്മുടെ. അക്കാര്യത്തിൽ ഒരിക്കൽ കൂടി ആ അഭിമാനത്തിൻ്റെ കൂടി ഭാഗമാവുകയാണ്. എല്ലാവർക്കും ഒരു നല്ല നിലാദിശ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. സ്നേഹാഭിമാനം. നമ്മുടെ വികാരി അച്ഛനുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അച്ഛനെ അത്ര സുപരിചിതമല്ല. അപ്പം അച്ഛനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം 2 വാക്ക് സംസാരിക്കുന്നതിനായി മാത്യു പിടികേൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോട് ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരു സംഗീത സായാഹ്നത്തിനായിട്ട് ഇന്ത്യ ദേശത്തുള്ള ജാതി മതഭേദമന്യേ എല്ലാവരും ഇവിടെ ഒന്നിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഈ ഗ്രാമത്തിലെ 10-15 പേര് അവരുടെ എഫർട്ട് ഉണ്ട്. ആദ്യമേ തന്നെ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ, സുനീഷാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് എന്നാണ്. ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഗ്രാമത്തിൽ ഒരു സംഗീത നിശയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് കാക്കൂരായിരുന്നപ്പോൾ അവിടെ ഒരാഴ്ച, കാക്കൂർ കാളവയിൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും, അവിടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗ്രാമത്തിലെ കുറച്ച് പേര് ഈ ഗ്രാമപ്രദേശത്തെ എല്ലാവർക്കും വേണ്ടി നാനാജാതി മതസ്ഥരെ അത് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൂട്ടുവാനായിട്ട് ഇങ്ങനെ ഒരു സംഗീത സായാഹ്നം ഒരുക്കുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ആദ്യമേ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ സമൂഹത്തിന് മുഴുവൻ പേരിൽ ഞാൻ കൃത്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഇത് ആസ്വദിക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നല്ല ഒരു സംഗീത സായാഹ്നം നിങ്ങളുടെ മനസ്സ്, ശരീരം എല്ലാം ഈ സംഗീത സായാഹ്നത്താൽ കൂടുതൽ കുളിർമയുള്ളതായിട്ട് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് കുന്നോന്നിയിൽ ആയിരുന്നു, പാലാ രൂപതയിലെ ഒരു അച്ഛനാണ്. ഇപ്പോൾ
2000 പട്ടം കിട്ടിയതാണ്. അത്രയും എൻ്റെ വീട് കൊഴുവനാലാണ്. ഇത്രയും എന്നെക്കുറിച്ച് ഞാൻ പറയുന്നത് കൂടുതലൊന്നും പറയുന്നില്ല. ഒത്തിരി സന്തോഷമുണ്ട്. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ഇവിടെ അടുത്തുള്ള മറ്റ് ബഹുമാനപ്പെട്ട അച്ഛന്, മറ്റ് മതങ്ങളിൽ നിന്നുള്ള അതിൻ്റെ നേതൃത്വം വഹിക്കുന്നവർ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നതിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുമയുടെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ ഒരു അനുഭവമായിട്ട് ഈ മിസ് മാറട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. ബഹുമാന്യരെ, അനുഗ്രഹമായ ഒരു കലാസന്ധ്യ വേളയിലേക്ക്, മ്യൂസിക് ബാൻഡിലേക്ക് നമ്മൾ കേൾക്കുവാൻ കാതോർത്തിരിക്കുകയാണ്. എനിക്ക് തീർച്ചയായിട്ടും വലിയൊരു ആശംസയ്ക്ക് പ്രസക്തിയില്ലെങ്കിൽ കൂടി തീർച്ചയായും വേണ്ടയാവുന്ന സമയത്തോളം നമ്മുടെ ഈ സെൻറ്റ് മേരീസ് മാത്യു, 2 മാത്യു അച്ഛന്മാരാണ്. അതുപോലെ തന്നെ നമ്മുടെ SNDPയിലെ നമ്മുടെ സ്നേഹാദനായ വിശ്വനാഥൻ സാർ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നമ്മുടെ കിരൺ രാജൻ സാർ അവർ, അതുപോലെ തന്നെ അനു നാട്ടമകൾ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് മാത്യു അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ആദ്യമേ തന്നെ ഈ പരിപാടികൾ ഇത്ര മനോഹരമായി കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി ഇത് സംഘടിപ്പിക്കുന്ന അതിന് പുറകിലുള്ള 15 പേര് വളരെ എല്ലാവരും അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പം എല്ലാവരും കേട്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം, പ്രളയം തകർത്തെറിഞ്ഞ കേന്ദ്രയാണ്, പ്രളയം തകർത്തെറിഞ്ഞ കൂട്ടിക്കൽ എന്നാണ്. തീർച്ചയായിട്ടും ഞാൻ അവസരം കിട്ടുന്ന എല്ലാ അവസരങ്ങളും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമില്ല. ഇന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ മേളിൽ കാണുന്നത് നമ്മുടെ വാഗമണ്ണാണ്. അപ്പം വാഗമൺ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തന്നെ ഭൂപടത്തിൽ മൂന്നാർ കഴിഞ്ഞ് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. തീർച്ചയായും നമ്മുടെ ഈ ഒരു വലിയൊരു പ്രളയം തകർത്ത അതിൻ്റെ പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ റോഡും കൂടി വന്നെങ്കിൽ മാത്രമേ ഇത് ചെയ്യാത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാനതിനെ കാണാൻ വേണ്ടി ഒരു വണ്ടിക്ക് ഇതിൻ്റെ കൂടെല്ലാം പോയി. അപ്പോൾ എന്തുകൊണ്ടും ഒരാൾ ഇഴങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്നല്ലോ എങ്ങനെ. അപ്പോൾ തീർച്ചയായിട്ടും പൊതുജനങ്ങളായ എല്ലാവരും തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ മഴയ്ക്ക് മുമ്പെങ്കിലും അതെങ്കിലും തീരുന്ന രീതിയിൽ പ്രത്യേകം മാത്രം ഏന്ത്യയുടെ മുഖച്ഛായ മാറുമെന്നൊരു സംശയമില്ല. കൂട്ടിക്കലിൻ്റെ മുഖച്ഛായ മാറും, ഇളങ്കാടിൻ്റെ മുഖച്ഛായ മാറുമെന്നൊരു സംശയമില്ല. അപ്പോൾ ആ വലിയൊരു ആഗ്രഹത്തോടു കൂടി നിൽക്കുമ്പോഴാണ് ഈ ഒരു അവസരം കിട്ടുക. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. തീർച്ചയായും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഇങ്ങനെ മ്യൂസിക് ബാൻഡിൽ ഇങ്ങനത്തെ പരിപാടികളെല്ലാം കാണുക. നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുക മൈക്കിൾ ജാക്സൻ്റെയും ബോണിയമിൻ്റെയും പാട്ടുകളൊക്കെയാണ്. അപ്പോൾ തീർച്ചയായും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ കൊച്ചു കലാകാരന്മാർ ഇവിടെ കടന്നു വന്നുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമത്തിൽ പങ്കുചേരുമ്പോൾ അവർക്ക് എല്ലാ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ തീർച്ചയായും തൊഴിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ ആശംസകൾ അർപ്പിക്കുന്നു. 7 മണിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് കൂടുതൽ നമുക്ക് ആശംസ ഇതിനകത്ത് പ്രസക്തിയില്ലെങ്കിൽ കൂടിയും ഇത് സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ നന്ദിയും ആശംസ അർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് സാർ പറഞ്ഞ പോലെ നമ്മുടെ ചേച്ചിമാർ അല്ല ഇവിടെ എല്ലാ പെണ്ണുങ്ങൾ ഇവിടെ വരുന്നതെന്ന് പറയുമ്പോൾ എവിടേക്ക് സുരക്ഷിതമായ ഒരു പരിപാടിയുള്ളപ്പോഴാണ് എല്ലാം വരിക. അപ്പം തീർച്ചയായും അത് NDRൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് എല്ലാ പരിപാടിയും എല്ലാ സ്ത്രീകളുടെ വലിയൊരു സാന്നിധ്യം ഉണ്ടാകുന്ന വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും കടന്നു നിൽക്കുക എല്ലാ ചേച്ചിമാർക്കും മറ്റൊരു വേദിയിലാക്കിയ എല്ലാവർക്കും എല്ലാവരും നന്ദി ആശംസ അർപ്പിക്കുന്നു. ദൈവം സംസാരിക്കുന്നത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു കൂട്ടായ്മയുടെ റിസൾട്ടാണ്. കഴിഞ്ഞ വർഷവും വളരെ ഭംഗിയായിട്ട് ഇങ്ങനൊരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. നാട്ടുകാരിലെ ഒട്ടുമിക്ക ആൾക്കാരും ഈ പ്രോഗ്രാം കാണുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്നു. അതിലും കുറേ കൂടി നല്ല രീതിയിലാണ് ഈ പ്രാവശ്യം അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. കൂട്ടായ്മയാണ് ഇപ്പോഴും ഒരു നാടിൻ്റെ, നമ്മുടെ നാടെന്താണെന്ന് വിളിച്ചോതുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഏറ്റവും ആദ്യ സെൻറ്റ് മേരീസ് പള്ളിയിലെ പെരുന്നാളോടുകൂടിയാണ് നമ്മുടെ ആഘോഷ പരിപാടികൾ തുടങ്ങുന്നത്. അതിനുശേഷം ഈ നാട്ടിലെ ചുറ്റുമുള്ള അമ്പലങ്ങളിലും പള്ളികളിലും ആഘോഷങ്ങളാണ് ഈ 2-3 മാസം. അതിനിടയിലാണ് ഒരു കൂട്ടായ്മയുടെ ഒരാഘോഷവും ഒരു സംഗീത വിരുന്നും നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ മുന്നോട്ട് വരണം. എല്ലാവിധ സപ്പോർട്ടും ഈ കൂട്ടായ്മയ്ക്ക് എന്നും നാട്ടുകാരായ നമ്മൾ നൽകണമെന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുകയാണ്.
ഈ വൈകിയ വേളയിൽ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ എല്ലാവിധ ഭാവങ്ങളും ഈ പ്രോഗ്രാമിന് നേർന്നുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷവും നമ്മൾ ഗംഭീരമായിട്ട് നമ്മൾ ശരിയുടെ മനസ്സിൽ നമ്മൾ മ്യൂസിക് നമ്മൾ ആസ്വദിച്ചു. ഈ വർഷവും നമുക്ക് ഒരു അവസരം നമ്മുടെ ഇവിടെയുള്ള അംഗങ്ങൾ നമുക്ക് ഒരുക്കി തന്നു. അതിനുള്ള നന്ദി അവരോട് അറിയിക്കുന്നു. നമുക്കറിയാം, ഏന്ത്യാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കൂട്ടായ്മയുടെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ ആൾക്കാർ. നമുക്കറിയാം, പ്രളയത്തിലുള്ള നാളുകളിൽ ഇവിടെ ജാതിമത വർഗ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് എല്ലാവരും പരസ്പരം സഹകരിച്ചും ഒത്തൊരുമയോട് പ്രവർത്തിച്ച ഒരവസരം നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കെല്ലാവർക്കും ഒന്നിച്ചു കൂടുവാനായിട്ടൊരു അവസരമാണ് അവർ കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. അവരുടെ ഈ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു. നമുക്കിവിടെ രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ ഒന്നും ഒരു വ്യത്യാസമില്ല. നമുക്ക് വിശ്വസാർ സൂചിപ്പിച്ച പോലെ ഡിസംബറിൽ നമ്മുടെ പള്ളിപ്പെരുന്നാളോട് നമ്മുടെ ഇവിടുത്തെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നു. പിന്നെ ഉത്സവങ്ങളായി അതിൻ്റെ പ്രദക്ഷിണങ്ങളും ഘോഷയാത്രകളും എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുടിവെള്ളമൊക്കെ പകർന്നു നൽകിക്കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസരമാണ് ഉള്ളത്. അപ്പോൾ ഈ വൈകിയ വേളയിൽ നമ്മളെല്ലാവരും ഒരു മ്യൂസിക് ആസ്വദിക്കാനാണ് വന്നിരിക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിശ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട്. വളർത്തണം അല്ലേ? അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് സമയം എടുക്കുകയാണ്, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ നാടിനെ ഇത്രയും അഭിനന്ദന അർഹമായ ഒരു നേട്ടം നേടിത്തന്ന നമ്മുടെ പിള്ളേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. ആദ്യമായി തന്നെ സമ്മാനം നൽകുവാനായിട്ട് നമ്മുടെ ബ്ലോക്ക് മെമ്പർ കിരൺ രാജനെ ക്ഷണിക്കുന്നു. സമ്മാനം സ്വീകരിക്കുവാനായിട്ട് അഭിജിത്ത് സന്തോഷിനെ ക്ഷണിക്കുന്നു. അഭിജിത്തിന്റെ അഭാവത്തിൽ അഭിജിത്തിന്റെ വലിയമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അമ്മ സമ്മാനം ഏറ്റു വാങ്ങുന്നതാണ്. എല്ലാവരും ഒന്ന് കൈയടിക്കാവോ? താങ്ക് യു. അടുത്തതായിട്ട് സമ്മാനദാനം നൽകുന്നതിനായി നമ്മുടെ സെന്റ് മേരീസ് പള്ളിയിലെ വികാരിയച്ഛനായ മാത്യു പിടികലച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം ഏറ്റുവാങ്ങുവാനായി നകുൽ നന്ദകുമാറിനെ ക്ഷണിക്കുന്നു. നഗലിനും അച്ഛനും നന്ദി. അടുത്തതായിട്ട് സമ്മാനം കൈമാറുന്നതിനായി നമ്മുടെ ലക്കിൻപള്ളി വികാരിയച്ഛൻ സേവ്യർ അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി അൽഫോൺസ ജോസഫിനെയും സ്വാഗതം ചെയ്യും. അച്ഛനും അൽഫോൺസയ്ക്കും നന്ദി. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിൽ നിന്നും ഒരാളെങ്കിലും വിദേശത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം നമ്മുടെ ദൂരങ്ങളിൽ ഇരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എല്ലാ പരിപാടികൾ, അത് ഉത്സവമായിക്കോട്ടെ പെരുന്നാളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിമനോഹരമായി സംരക്ഷണം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ഇങ്ങനെ പരിപാടികളുടെ ഇടയിലൂടെ ചേട്ടൻ യാത്രയൊക്കെ ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിങ്ങനെ നല്ല നല്ല ഓർമ്മകൾ ഒപ്പിയെടുക്കുകയും അതുപോലെ വിദൂര സ്ഥലത്തിരുന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ അത് കാണിക്കുകയും ചെയ്യുന്ന, അവരെ സന്തോഷിപ്പിക്കുന്ന, കണ്ടാൽ കഴിയും വിധം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സന്തോഷ് കരോക്കരെ ചേട്ടനെ സ്നേഹോപകാരം സ്വീകരിക്കുന്നതുമായി ക്ഷണിക്കുന്നു. അത് നൽകുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട SNDP പ്രസിഡന്റ് വിശ്വനാഥൻ സാറിനെയും ക്ഷണിക്കുന്നു.
ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏന്ത്യാറിൽ പ്രവർത്തിക്കുന്ന ആൽമ ട്രേഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. സമ്മാനത്തിന് അർഹരായ എല്ലാ ജേതാക്കളെയും അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും അതുപോലെ തന്നെ എല്ലാ നാട്ടുകാരെയും, ഈ കൈക്കാരെ എനിക്ക് അങ്ങ് വരെ കാണത്തില്ല, എന്നാലും ഞാൻ പ്രതീക്ഷയിൽ അധികം ആൾക്കാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു കലാവിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലനാടിന്റെ മനോഹരമായ പച്ചപ്പിലും തണുത്ത കാറ്റിനും നടുവിൽ ഏന്ത്യാറിന്റെ ഹൃദയഭാഗത്ത് ഇന്നൊരു സംഗീതരാവ് വിരിയുകയാണ്. പ്രകൃതിയുടെ മാധുര്യവും മനുഷ്യ ഹൃദയങ്ങളുടെ സ്പന്ദനവും ഒന്നു ചേരുന്ന ഈ വേദി ഓരോ സ്വരവും ഓരോ താളവും നമ്മുടെ മനസ്സുകളെ സ്പർശിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഈ മനോഹര ഗ്രാമത്തിലെ ജനങ്ങളുടെ സ്നേഹവും ഐക്യവും നിറഞ്ഞ ഈ സംഗീത